നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേരളത്തിന് സഹായഹസ്തവുമായി കേന്ദ്രം. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 153.20 കോടി രൂപ അനുവദിച്ചു. 6 സംസ്ഥാനങ്ങൾക്കായി ആകെ അനുവദിച്ചത് 1066.80 കോടി രൂപ. ബീഹാർ വോട്ടർ പട്ടിക വിവാദത്തിൽ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടി. പട്ടിക പരിഷ്കരണം ശരിവെച്ച് സുപ്രീം കോടതി. പ്രക്രിയയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നോട്ട് പോകാം. ആധാർ ആധികാരിക രേഖയായി പരിഗണിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നെഹ്റു കുടുംബത്തെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് വീണ്ടും ശശി തരൂർ. അടിയന്തരാവസ്ഥ ഇരുണ്ട കാലഘട്ടം. സഞ്ജയ് ഗാന്ധിയുടേത് കൊടും ക്രൂരത, കർക്കശ നടപടികളെടുത്തത് ഇന്ദിരാഗാന്ധി എന്നും ഇംഗ്ലീഷ് ലേഖനത്തിൽ തരൂർ. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന പരമ്പരയിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. കർണാടകയിൽ നിന്ന് പിടികൂടി കോയമ്പത്തൂർ പോലീസ്. 26 വർഷമായി ഒളിവിലായിരുന്ന ടെയ്ലർ രാജ ഇസ്ലാമിക ഭീകര സംഘടന അൽ ഉമ്മയുടെ മുഖ്യകണ്ണി. ആക്സിയം ദൗത്യസംഘത്തിന്റെ മടക്കയാത്ര വൈകും. ജൂലൈ 14 ശേഷമെന്ന് സൂചന. സ്ഥിരീകരിച്ച യൂറോപ്യൻ സ്പേസ് ഏജൻസി. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരളത്തിന് 153.20 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതമാണ് അനുവദിച്ചത്. അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ഉത്തരാഖണ്ഡ്, കേരളം എന്നീ സംസ്ഥാനങ്ങൾക്കായി 1066.80 കോടിയാണ് ആകെയായി അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും നിർണായകമായ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രളയ ദുരിതാശ്വാസത്തിലേക്കായാണ് ഇപ്പോൾ കേന്ദ്രം കേരളത്തിനായി ഫണ്ട് അനുവദിച്ചത്. കേരളത്തിന് ഉൾപ്പെടെ മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് കൂടി ഫണ്ട് അനുവദിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കേരളത്തെ കൈവിടാതെ കേന്ദ്ര സർക്കാർ ചേർത്ത് നിർത്തുന്നു എന്നതിൻ്റെ കൂടിയുള്ള ഒരു ഇതായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, എന്താണ് മറ്റു വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ വാർത്തയാണ് ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് കേരളത്തിന് കേന്ദ്രം പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം അനുവദിച്ചിരിക്കുന്നു. അതായത് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 153.20 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചത്. അസം, മണിപ്പൂർ, മേഘാലയ, മിസോറം, ഉത്തരാഖണ്ഡ്, കേരളം സംസ്ഥാനങ്ങൾക്കായി ആകെ 1066.80 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 145 കോടിയോളം രൂപ കേന്ദ്രം കേരളത്തിനായി അനുവദിച്ചിരുന്നു. ഈ വർഷം മാത്രം 19 സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി ഉണ്ടായി എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. 8,000 കോടി രൂപയോളം ഈ സംസ്ഥാനങ്ങൾക്കായി ഇതുവരെ നൽകിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, വയനാട്ടിലടക്കം പ്രളയ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പണം ചിലവാക്കുന്നതിൽ കേന്ദ്രം തരുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴിതാ 153 കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുന്നു കേന്ദ്രം കേരളത്തിന്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കാണ് സാധാരണഗതിയിൽ ഇത് അനുവദിക്കുന്നത്. അതിൽ നിന്നും എടുത്തു ചിലവാക്കുക എന്നുള്ളതാണ് സംസ്ഥാനം ചെയ്യുന്നതും. ഇപ്പോൾ കേരളത്തിന് 153 കോടി രൂപ കൂടി അനുവദിച്ചു. ബാക്കി പണം വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ തുക കൂടി കേരളത്തിനെത്തും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ നടപടിയാണ് കേന്ദ്രത്തിൽ നിന്നും വന്നത്.
കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം നേരത്തെ പറഞ്ഞത് കേന്ദ്രം ഒന്നും നൽകുന്നില്ല എന്ന തരത്തിലായിരുന്നു. കോടതി കയറുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടതുമാണ്. ഇപ്പോഴിതാ പണം അനുവദിച്ചിരിക്കുന്നു. 153 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ കേരള സർക്കാർ എന്തായാലും ഫണ്ടൊന്നും നൽകുന്നില്ല എന്നുള്ള പ്രചരണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ഫണ്ട് ഏത് രീതിയിൽ ചിലവഴിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഫണ്ടുകൾ പോലും കൃത്യമായി കേരളം ചിലവഴിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉയർന്നിരുന്നു. അത് യാഥാർത്ഥ്യം കൂടിയാണ്. എന്നാൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഈ ഒരു ഫണ്ട് ഏത് രീതിയിൽ കേരളം ചിലവഴിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് കൂടി കേന്ദ്ര സർക്കാർ പണം നൽകിയിട്ടുണ്ട്, ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ? കേരളത്തിന്റെ ഫണ്ട് ചിലവാക്കൽ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്രം നൽകുന്ന ഫണ്ട് അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകണം. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ തുടർ ഫണ്ടുകൾ അനുവദിക്കുകയുമുള്ളൂ. സ്വാഭാവികമായും കേരളത്തിന് ഈ പണം ചിലവഴിച്ചതിൻ്റെ കണക്ക് നൽകിയാൽ അത് ചിലവഴിച്ചതിൻ്റെ കണക്ക് കൂടി നൽകേണ്ടി വരും. ഇനി അഥവാ കണക്ക് നൽകാത്ത പക്ഷം തുടർ ഫണ്ടുകൾ എത്തുന്നതിലും ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യും. അത് സംസ്ഥാനത്തിനും നന്നായി അറിയാം. ഏതെങ്കിലും തരത്തിൽ കേരളത്തിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായാൽ അത് തുടർന്നുള്ള കേരളത്തിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം എത്തുന്നതിന് തടസ്സമാകും. ഇനി മറ്റൊന്ന്, ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾ അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടി പണം അനുവദിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും അവിടെ വലിയ തോതിൽ ഈ മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സഹായകരമായ നിലപാടാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നത്. ഉത്തരാഖണ്ഡിലും ഹിമാചലിലുമൊക്കെ വ്യാപകമായ നാശനഷ്ടം ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകി ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് സുപ്രീം കോടതിയുടെ പച്ചക്കൊടി. ഭരണഘടന അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നും കമ്മീഷന്റെ ആത്മാർത്ഥതയിൽ സംശയമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം സുപ്രീം കോടതി ശരിവെച്ചത്. കേസ് വീണ്ടും ഈ മാസം 28-ന് പരിഗണിക്കും. ബീഹാറിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്തുവാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തിൽ യുക്തിയും പ്രായോഗികതയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഭരണഘടന അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. പൗരന്മാരല്ലാത്തവർ വോട്ടർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല. കമ്മീഷന്റെ ആത്മാർത്ഥതയിൽ സംശയമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ പരിഗണിച്ച സുപ്രീം കോടതി വ്യക്തമാക്കി. ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്ക് വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയ നടത്താൻ അധികാരമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. അനർഹരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാണ് സമഗ്ര പരിഷ്കരണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം കോടതി അംഗീകരിച്ചാണ് നടപടികളുമായി മുന്നോട്ട് നീങ്ങാൻ അനുമതി നൽകിയത്. പട്ടികയിൽ മാതാപിതാക്കളുടെ പേരില്ലാത്തവർ മാത്രമാണ് പൗരത്വം കാണിക്കുന്ന 11 രേഖകളിലൊന്ന് നൽകേണ്ടതെന്നും 60% പേർ ഫോമുകൾ നൽകിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ ധരിപ്പിച്ചു. അതേസമയം തിരിച്ചറിയൽ കാർഡായി ആധാർ, റേഷൻ കാർഡ് എന്നിവ സാധുവായ രേഖകളായി കണക്കാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ മാസം 21-നകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി അറിയിക്കാൻ നിർദ്ദേശിച്ച സുപ്രീം കോടതി 28-ന് കേസ് വീണ്ടും പരിഗണിക്കും. ജനം, ഡൽഹി. നീതി ആയോഗിന്റെ ആരോഗ്യക്ഷേമ സൂചികയിൽ കേരളം 4-ാം സ്ഥാനത്ത്. ആത്മഹത്യാ നിരക്ക്, അപകട മരണ നിരക്ക്, തനത് വിഹിതം ചെലവഴിക്കൽ തുടങ്ങിയ സൂചികകളിൽ കേരളം 12-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 9-11 മാസം പ്രായമുള്ള കുട്ടികളുടെ പ്രതിരോധ കുത്തിവെപ്പ്, ആശുപത്രികളിലെ പ്രസവം എന്നിവയിൽ കേരളം പിന്നോട്ട് പോയി. സംസ്ഥാനത്ത് പ്രതിശീർഷ ചികിത്സാ ചെലവും കൂടുതലാണെന്നും നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ കാലങ്ങളിലായി കേരളം പിന്തുടരുന്ന അശാസ്ത്രീയ പ്രവണതകളാണ് തിരിച്ചടിയായത്. നീതി ആയോഗ് റേറ്റിംഗിനായി കണക്കാക്കുന്ന 11 സൂചികളിൽ രോഗപ്രതിരോധം, വീടുകളിലെ പ്രസവം, അശാസ്ത്രീയമായ ചികിത്സാ രീതികളുടെ വർധനവ് എന്നിവ സംസ്ഥാനത്തിന് വിനയായി. നീതി ആയോഗിന്റെ 2023-24 ആരോഗ്യക്ഷേമ സൂചികയിൽ കേരളം 4-ാം സ്ഥാനത്താണ്. 2020-21 ആത്മഹത്യാ നിരക്ക്, അപകടമരണ നിരക്ക്, തനത് വിഹിതം ചെലവഴിക്കൽ തുടങ്ങിയ സൂചികകളിൽ കേരളം ഉൾപ്പെട്ടപ്പോൾ 12-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2020-21 സമയത്ത് 24.30 സംസ്ഥാനത്തെ ആത്മഹത്യാ നിരക്ക്. 2023-24 പതിപ്പിൽ ഇത് 28.50 ഉയർന്നു. ദേശീയ ശരാശരി 12.4 കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് ഇരട്ടിയിലധികം രേഖപ്പെടുത്തിയത്. 9 മുതൽ 11 മാസം പ്രായമുള്ള കുട്ടികളുടെ പ്രതിരോധ കുത്തിവെപ്പ്, ആശുപത്രികളിലെ പ്രസവം എന്നിവയിൽ കേരളം പിന്നോട്ടുപോയി. സംസ്ഥാനത്ത്
2023-24 സമയത്ത് വാക്സിനേഷൻ ശതമാനം 85.40 കുറഞ്ഞു. 2020-21 92% വാക്സിനേഷൻ നിരക്കിലാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. ആശുപത്രികളിലെ പ്രസവങ്ങളുടെ ശതമാനം 99.90 നിന്ന് 99.85 കുറഞ്ഞെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. പുതുതായി ഉൾപ്പെടുത്തിയ സൂചികകളിലും കേരളം മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. സംസ്ഥാനത്ത് പ്രതിശീർഷ ചികിത്സാ ചെലവും കൂടുതലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ 17% പ്രതിമാസ പ്രതിശീർഷ ചികിത്സാ ചെലവ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്നും നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനം ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള സഹകരണ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സഹായിച്ചെന്ന BJP നേതാവ് സുധാൻഷു ത്രിവേദി. ഭാരതത്തിന്റെ പുതിയ യുഗത്തിലേക്കാണ് പ്രധാനമന്ത്രിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനം വഴിവെക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടിയിൽ ഭീകരവാദത്തിനെതിരെ പ്രധാനമന്ത്രി ശക്തമായി പ്രതികരിച്ചു. ഭീകരവാദത്തിന്റെ ഇരകളെയും കുറ്റവാളികളെയും തുല്യമായി കാണാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി ബ്രിക്സ് ഉച്ചകോടിയിൽ വ്യക്തമാക്കി. ഭീകരവാദത്തിനെതിരെ പോരാടുമെന്ന് മറ്റു രാജ്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ലോഹങ്ങളാലും ധാതുക്കളാലും സമ്പന്നമായ ഘാന, നമീബിയ എന്നീ രാജ്യങ്ങളുമായി സഹകരണം ശക്തിപ്പെടുത്താൻ ഭാരതത്തിന് സാധിച്ചെന്നും സുധാൻഷു ത്രിവേദി പറഞ്ഞു. നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ച് ശശി തരൂർ. കർശനവും ക്രൂരവുമായ അടിയന്തരാവസ്ഥ അത്യാവശ്യമെന്ന് കരുതിയത് ഇന്ദിരയാണ്. ഇന്ദിരയുടെ മകൻ സഞ്ജയ് നടത്തിയത് കൊടും ക്രൂരതകളാണെന്നും 50 വർഷങ്ങൾക്കിപ്പുറവും അടിയന്തരാവസ്ഥ കാലഘട്ടം ഭാരതീയരുടെ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നുവെന്നും ശശി തരൂർ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നത്തെ ഭാരതം അഭിവൃദ്ധിപ്പെട്ടുവെന്നും ജനാധിപത്യം കൂടുതൽ ശക്തിയാർജിച്ചതായും തരൂർ തന്റെ ലേഖനത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്ന പ്രസിദ്ധീകരണത്തിൽ അടിയന്തരാവസ്ഥ പാഠം ഉൾക്കൊണ്ട് എന്ന തലക്കെട്ടിൽ ശശി തരൂർ എഴുതിയ ലേഖനത്തിൽ രൂക്ഷ വിമർശനങ്ങളാണ് നെഹ്റു കുടുംബത്തിനെതിരെ ഉയർത്തുന്നത്. അടിയന്തരാവസ്ഥ രാജ്യത്തെ ഇരുണ്ട കാലഘട്ടമാണ്. പറഞ്ഞറിയിക്കാനാകാത്ത വിധമുള്ള ക്രൂരതകളായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടമെന്ന നീണ്ട 21 മാസം നടന്നത്. എല്ലാ മൗലിക അവകാശങ്ങളും റദ്ദാക്കപ്പെട്ടെന്നും ഭാരതത്തിന്റെ അടിസ്ഥാന ഭരണഘടനാ തത്വങ്ങളെല്ലാം ഇല്ലാതാക്കപ്പെട്ടുവെന്നും തരൂർ കുറ്റപ്പെടുത്തി. പത്രങ്ങളുടെ വാ മൂടിക്കെട്ടി. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഭരണഘടനാപരമായ വാഗ്ദാനങ്ങളുടെ സത്ത കടുത്ത പരീക്ഷണത്തിലായി. നിയമ സംവിധാനങ്ങൾ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടു. അടിയന്തരാവസ്ഥയ്ക്ക് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആത്മാവിന്റെ വില നൽകേണ്ടി വന്നു. ഭരണഘടനാപരമായ നിയമങ്ങളോടുള്ള പരസ്യമായ അവഗണന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാത്ത മുറിവേൽപ്പിച്ചതായി പറഞ്ഞ തരൂർ, ചടുലവും ജനാധിപത്യപരവുമായിരുന്ന ഇന്ത്യൻ പൊതുസമൂഹത്തെ പെട്ടെന്ന് നിശബ്ദമാക്കിയതാണ് അടിയന്തരാവസ്ഥ കാലമെന്നും ഓർമ്മപ്പെടുത്തി. കർക്കശ നടപടികൾക്ക് നിർബന്ധം പിടിച്ചത് ഇന്ദിര മാത്രമാണ്. ഇന്ദിരയുടെ മകൻ സഞ്ജയ് വലിയ ക്രൂരതകളാണ് നടത്തിയത്. നിർബന്ധിത വന്ധ്യകരണം ഇതിനുദാഹരണമാണ്. സ്വന്തം താൽപര്യങ്ങൾക്കായി ഗ്രാമീണ മേഖലകളിൽ ബലപ്രയോഗവും അക്രമവും നടത്തി. വീടുകളും മറ്റും തകർത്ത് ആയിരക്കണക്കിന് മനുഷ്യരെ പെരുവഴിയിലാക്കിയ ആളാണ് സഞ്ജയ് എന്നും തരൂർ വിമർശിക്കുന്നു. അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യയെന്നും നമ്മൾ ഇന്ന് കൂടുതൽ ശക്തമായ ജനാധിപത്യമുള്ള അഭിവൃദ്ധിയുള്ള രാജ്യമായി മാറിയെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. ജനം, ഡൽഹി. ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ രംഗത്ത് വന്നു. തരൂർ ഏത് പാർട്ടിയിലാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ. കോൺഗ്രസിലെ വിറക് വെട്ടികളും വെള്ളം കോരികളുമായ ഒരുപാട് പേർ കേരളത്തിലുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രിയാകുമെന്നും മുരളീധരൻ പറഞ്ഞു. വിശ്വപൗരൻ മുഖ്യമന്ത്രിയാകേണ്ട എന്ന ചോദ്യത്തിന് വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ എന്നാണ് മറുപടി. അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ. അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതുപോലത്തെ അനാവശ്യമായിട്ടുള്ള വിവാദത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല, UDF ഭൂരിപക്ഷം കിട്ടിയാൽ UDF-കാരൻ മുഖ്യമന്ത്രിയാവും. മാത്രമല്ല, കോൺഗ്രസ്സിൽ വിറക് വെട്ടുന്നവരും വെള്ളം കോരികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാൾ MLA-മാരിൽ ആർക്കാണോ മുൻതൂക്കമുള്ളത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് വേറെ ആര് സർവേ നടത്തിയാലും ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് പാർട്ടിക്ക് ചില ചട്ടക്കൂടുണ്ട്, അതനുസരിച്ച് കാര്യം നടക്കും. കള്ളപ്പണ ഇടപാട് ആരോപിച്ച് ബംഗളൂരുവിൽ കോൺഗ്രസ് MLA-യുടെ വീട്ടിലും ഓഫീസിലും ED-യുടെ റെയ്ഡ്. SN സുബ്ബറെഡ്ഡിയുടെ വീട്ടിലും ഓഫീസിലുമാണ് ഇന്ന് റെയ്ഡ് ഉണ്ടായത്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് പരിശോധന നടത്തിയത്. കള്ളപ്പണം വെളുപ്പിച്ചെന്നും അനധികൃതമായി അത് വിദേശത്തേക്ക് കടത്തിയെന്നുമാണ് സുബ്ബാറെഡ്ഡിയുടെ മേലിലുള്ള ആരോപണം. ബാഗേപ്പള്ളി MLA ആണ് നിലവിൽ സുബ്ബാറെഡ്ഡി. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന പരമ്പര കേസിലെ മുഖ്യപ്രതി ടൈലർ രാജ പിടിയിൽ. 26 വർഷത്തിലേറെയായി ഒളിവിൽ കഴിഞ്ഞിരുന്ന രാജയെ കോയമ്പത്തൂർ പോലീസ് കർണാടകയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്.
കോയമ്പത്തൂരിൽ സ്ഫോടന പരമ്പര നടത്താൻ അൽ ഉമ്മ എന്ന നിരോധിത ഇസ്ലാമിക തീവ്രവാദ സംഘടനയ്ക്ക് ബോംബുകൾ വിതരണം ചെയ്തത് രാജയുടെ നേതൃത്വത്തിലാണെന്നാണ് കണ്ടെത്തൽ. നിരോധിത ഭീകര സംഘടനയായ അല്ലുമ്മയുടെ പ്രധാന പ്രവർത്തകനായ രാജ 26 വർഷത്തിലേറെയായി ഒളിവിലായിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് കർണാടകയിൽ വെച്ച് രാജയെ കോയമ്പത്തൂർ സിറ്റി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കോയമ്പത്തൂരിലെ വല്ലാൽ നഗറിൽ രാജ വാടക വീടെടുത്ത് ബോംബുകൾ നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്നതായും ഇതാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. പിടിയിലായ രാജയെ കോയമ്പത്തൂർ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി. 1998 ഫെബ്രുവരി 14 മുതൽ 17 വരെ അല്ലുമ്മ എന്ന മുസ്ലിം തീവ്രവാദ സംഘടന ആസൂത്രണം ചെയ്ത 19 സ്ഫോടനങ്ങൾ 58 പേരുടെ മരണത്തിനിടയാക്കി. 12 കിലോമീറ്റർ ചുറ്റളവിൽ നടന്ന സ്ഫോടനത്തിൽ 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അന്നത്തെ BJP അധ്യക്ഷൻ LK അദ്വാനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നതിന് തൊട്ടുമുൻപ് RS പുരം DB റോഡ് ജംഗ്ഷനിൽ അദ്ദേഹത്തിനായി ഒരുക്കിയ വേദിക്ക് സമീപം വൈകിട്ട് 4:30 ആദ്യ സ്ഫോടനം. കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ അല്ലുമ്മയുടെ മുൻ സംസ്ഥാന വക്താവ് മുജീബുർ റഹ്മാനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല. 167 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ 153 പേർ ശിക്ഷിക്കപ്പെട്ടു. ഇതേ കേസിലാണ് PDP നേതാവ് അബ്ദുൽ നാസർ മദനി 9 വർഷവും 3 മാസവും ജയിലിൽ കഴിഞ്ഞത്. ജനം, ഡൽഹി. മൺസൂണിന്റെ വടക്കൻ ദിശയിലേക്കുള്ള മാറ്റത്തെ തുടർന്ന് ഉത്തര ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായി. ഡൽഹിക്ക് പുറമെ ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട 6 വിമാനങ്ങൾ ഇതോടെ വഴിതിരിച്ചു വിട്ടു. കനത്ത മഴയെ തുടർന്ന് രാജ്യ തലസ്ഥാനത്ത് വലിയ ഗതാഗത കുരുക്കും രൂക്ഷമാകുന്നുണ്ട്. ഡൽഹിയുടെ പല ഭാഗങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. ബുധനാഴ്ച വൈകിട്ടോടെ ആരംഭിച്ച മഴയിൽ ഡൽഹിയിലെ റോഡുകളിലും മെട്രോ സ്റ്റേഷനുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തെരുവുകൾ വെള്ളക്കെട്ടിൽ മുങ്ങിയതോടെ തിരക്കേറിയ റോഡുകളിൽ യാത്രക്കാർ കുടുങ്ങി. ITO, ലോധി റോഡ്, BD മാർഗ്, GRG റോഡ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഡൽഹി നഗരത്തിലേക്കുള്ള റോഡുകളിലെല്ലാം വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. വ്യോമഗതാഗതത്തെയും മഴ സാരമായി ബാധിച്ചു. ഡൽഹിയിൽ ഇറങ്ങേണ്ട 4 വിമാനങ്ങൾ ജയ്പൂരിലേക്കും 2 വിമാനങ്ങൾ ലക്നൌവിലേക്കും വഴിതിരിച്ചുവിട്ടു. മഴയെത്തിയതോടെ ഡൽഹിയിലെ കടുത്ത വേനൽ ചൂടിന് നേരിയ ആശ്വാസമായി. മധ്യപ്രദേശിലെ കിഴക്കൻ ഭാഗങ്ങളിലും ഹരിയാന, ചണ്ഡീഗഡ്, പശ്ചിമ ഉത്തർപ്രദേശിലും ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും മഴക്കെടുതി രൂക്ഷമാണ്. ഇരു സംസ്ഥാനങ്ങളിലും മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡ് ഗതാഗതം കാര്യമായി തടസ്സപ്പെട്ടു. ജമ്മു കാശ്മീരിലും ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്നും മലഞ്ചരിവുകളിലോ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലോ തങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. നാളെ മുതൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ജനം, ഡൽഹി. ജമ്മുകശ്മീരിലെ കത്വയിൽ ചരക്ക് ട്രെയിൻ പാളം തെറ്റി. കനത്ത മഴയും മണ്ണിടിച്ചിലും തുടർന്നായിരുന്നു സംഭവമുണ്ടായത്. ജമ്മുവിൽ നിന്ന് പഞ്ചാബിലേക്ക് പോവുകയായിരുന്ന ചരക്ക് ട്രെയിനാണ് രാവിലെ പാളം തെറ്റിയത്. കത്വയിലെ ലഖൻപൂർ പ്രദേശത്തിന് സമീപത്ത് വെച്ച് മണ്ണിടിച്ചിലുണ്ടായി. ഇതിന്റെ അവശിഷ്ടങ്ങൾ ട്രാക്കിലേക്ക് പതിച്ചതാണ് അപകടത്തിന് കാരണമായത്. ഡൽഹിയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. ഡൽഹിയിൽ നിന്നും 51 കിലോമീറ്റർ പടിഞ്ഞാറ് ഹരിയാനയിലെ ജജ്ജാറിലാണ് പ്രഭവ കേന്ദ്രം. നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി പ്രകാരം ഇന്ത്യൻ സമയം രാവിലെ 9:04 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അധികൃതർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. പെട്ടെന്നുള്ള ഭൂചലനം ഡൽഹി, നോയിഡ, ഗുരുഗ്രാം, സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കി. ഭൂചലനത്തിൽ പലരും ആശങ്കപ്പെട്ട വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. ജജ്ജാറിലെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ മീററ്റ്, ഷാംലി എന്നിവിടങ്ങളിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. യുക്രൈൻ നഗരങ്ങളിൽ ആക്രമണം നടത്തി റഷ്യ. ഒറ്റ രാത്രി കൊണ്ട് 700-ലേറെ ഡ്രോണുകളാണ് റഷ്യ തൊടുത്തുവിട്ടത്. 3 വർഷത്തിനിടെ യുദ്ധത്തിനിടെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇരുട്ടിന്റെ മറവിൽ 728 ഡ്രോണുകളും 13 മിസൈലുകളുമാണ് റഷ്യ തൊടുത്തുവിട്ടത്. പല നഗരങ്ങളിലും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. യുക്രൈൻ സൈന്യത്തിന്റെ വ്യോമതാവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ലുട്സക് നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പറഞ്ഞു. ഇതുകൂടാതെ 10 ഇടങ്ങളിൽ കൂടി ആക്രമണം നടത്തി. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. നേരത്തെ ഒറ്റ രാത്രിയിൽ 550 ഡ്രോണുകൾ യുക്രൈൻ നഗരങ്ങളെ ലക്ഷ്യം വെച്ച് തൊടുത്തുവിട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.
ഹവായ്സ് ഡോർസ് ആൻഡ് വിൻഡോസ് ഉപഭോക്താക്കൾക്കായി വിപുലമായ ഓഫറുകളുമായി മൺസൂൺ ഓണം ഓഫർ 2025 ആരംഭിച്ചു. 2025 ജൂലൈ 5 മുതൽ സെപ്റ്റംബർ 30 വരെ നടക്കുന്ന ഓഫർ ഉത്സവത്തിൽ നിരവധി സമ്മാനങ്ങളും ആകർഷകമായ ഓഫറുകളുമാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. ഈ കാലയളവിൽ ഷോറൂം സന്ദർശിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്ന് മെഗാ നറുക്കെടുപ്പിലൂടെ വിജയികളാകുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കും. കേരളത്തിലുടനീളമുള്ള ഹവായ്സ് ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ 18 ഡയറക്റ്റ് റീറ്റെയിൽ ഷോറൂമുകളിൽ മാത്രമായിരിക്കും ഈ ഓഫർ ലഭ്യമാവുക. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.